സൗത്ത് പുതുവൈപ്പിൽ മാലിന്യം തള്ളുന്നത് തടയും സബ് കളക്ടർ. വൈപ്പിൻ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് 17-ാം വാർഡിലെ സൗത്ത് പുതുവൈപ്പിൽ വലിയ മാലിന്യ കൂമ്പാരം കണ്ടെത്തി. ഏകദേശം 8 ഏക്കറോളം വരുന്ന ചതുപ്പിൽ നിറയെ ആശുപത്രി മാലിന്യവും പ്ലാസ്റ്റിക്കും നിറഞ്ഞുകിടക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് ഇവിടെ സന്ദർശിച്ച സബ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ, തഹസിൽദാർ NA നിഷാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിലാണ് വലിയ നിയമലംഘനം കണ്ടെത്തിയത്. ഇവിടെ വളച്ചുകെട്ടി ഒരു വാതിൽ മാത്രമുള്ള പ്രദേശത്താണ് നിത്യേന മാലിന്യം തള്ളുന്നത്. ടിപ്പർ ലോറികളിലും മറ്റും എത്തിക്കുന്ന വസ്തുക്കൾ RMP തോട് കടന്നുപോകുന്ന ഭാഗത്താണ് കൂട്ടിയിട്ടുള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി ജംഗ്ഷനിൽ താമസക്കാരനായ ശങ്കരാടിൽ കണ്ണൻ എന്നയാളാണ് ഇതിന്റെ മേൽനോട്ടമെന്ന് നാട്ടുകാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വർഷങ്ങളായി മാലിന്യം കൊണ്ടിടാൻ തുടങ്ങിയിട്ടെന്നും നാട്ടുകാർ ഡെപ്യൂട്ടി കളക്ടറോട് പറഞ്ഞു. ഇതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. വസ്തുവിന്റെ ഉടമസ്ഥരെ കണ്ടെത്താനോ അവർക്ക് നോട്ടീസ് കൊടുക്കാനോ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്ത് അംഗം KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തിനുള്ള അധികാരം ഉപയോഗിക്കണമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചു. ഇവിടെ തീപിടുത്തമുണ്ടായാൽ ഈ മാലിന്യത്തിൽ നിന്നുള്ള വിഷപ്പുക പ്രദേശവാസികൾ ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇക്കാര്യം സബ് കളക്ടർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ ഭാഗത്തു നിന്ന് എടുക്കാവുന്ന എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബെർണാഡ് ബെന്നി കുറെ വർഷങ്ങളായി പുതുവൈപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭൂമി നികത്തലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് നടന്നത്. ഒരു വിഭാഗം, ഒരു പ്രദേശം, ഒരു വ്യക്തി മാത്രം മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രദേശം കുറച്ച് നാളുകളായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളി അത് ഈ പരിസരം മുഴുവനും മലിനീകരണമാക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ ഈ നാട്ടിലുണ്ടാകാൻ പോകുന്ന ഒരു മഹാ വിപത്തായി ഇത് മാറുമെന്നുള്ളതുകൊണ്ട് എത്രയും വേഗം അത് അവിടെ നിന്ന് മാറ്റി പുനഃസ്ഥാപിക്കാൻ നല്ല രീതിയിലുള്ള സാമൂഹികമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഏറ്റവും കൂടുതൽ ഒന്നടങ്കം ആവശ്യപ്പെടാനുള്ളത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും ഒരു താല്പര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് നല്ല സാഹോദര്യപരമായ ഒരു അന്തരീക്ഷം, നല്ല പരിസ്ഥിതി. ഇതാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈമാറാനുള്ള ഏക സന്ദേശം. വൈസ് പ്രസിഡന്റ് സൗമ്യ രാജേഷ്, അംഗങ്ങളായ ബിന്ദു വേണു, ഷീജ രഞ്ജു, PD ദിലീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NA സാബു, CPIM ലോക്കൽ സെക്രട്ടറി MP പ്രശോഭ് എന്നിവരും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസർ, ശുചിത്വ മിഷൻ ഓഫീസർ എന്നിവർ എത്തിയിരുന്നു.